അപ്പോൾ ഇത് എങ്ങനെ നിങ്ങൾ ചോദിക്കും ഇത് എപ്പോഴും ഓഫ് ആവും എങ്ങനെയാണ് ഇത് ഓഫ് ആവുന്നത് വർക്കാതെ ഓവർ വർക്കായി കംപ്രസർ ഒരുപാട് നേരം ചൂടാവും അതിൻ്റെ അകത്ത് കോയിലും ചൂടാവും. ഹായ് എല്ലാ പ്രേക്ഷകർക്കും ഹാർദമായ സ്വാഗതം ലൈസിലേക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് വെച്ചാൽ ഫ്രിഡ്ജിന്റെ വീഡിയോ ആണ്. വീഡിയോക്ക് ഇപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങളുടെ ചാനൽ കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ എൻ്റെ അടുത്താണ് ബെല്ലൈക്കൻ ആളാക്കിടാനും മറക്കരുത്. ഇന്നലെ ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനൊക്കെ അവസാനം വരെ കണ്ടിട്ട് ലൈക്ക് ചെയ്ത് നിങ്ങൾ മറന്നു ലൈക്ക് ചെയ്ത് തന്നെ നിങ്ങൾ കാണാൻ ശ്രമിക്കുക. അതിലൊക്കെ നിങ്ങളുടെ കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ. അതിനൊക്കെ നിങ്ങൾ വിലയേറിയ നിർദ്ദേശങ്ങളെല്ലാം അറിയിക്കുക. അപ്പോൾ വീഡിയോ എന്ന് വെച്ചാൽ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മളെ ഫ്രിഡ്ജിനെ കുറിച്ചുള്ള വീഡിയോ ആണ്. അപ്പോൾ എനിക്ക് ഒരുപാട് കമന്റ് വരാറുണ്ട് ഈ ഫ്രിഡ്ജിനെ കുറിച്ച്. അതിൻ്റെ ആന്തരിക സാധനങ്ങൾ എല്ലാവർക്കും അറിയണമെന്നില്ല, അതിൻ്റെ പ്രവർത്തനം എല്ലാവർക്കും അറിയണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഒരുപാട് എനിക്ക് മെസ്സേജ് വരാറുണ്ട്. ഈ ഒരു മെസ്സേജിന് ഏറ്റവും കൂടുതൽ എനിക്ക് വരുന്നത് അതെങ്ങനെ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, ചേട്ടാ നമ്മളെ ഫ്രിഡ്ജ് 5 മിനിറ്റ് കഴിയുമ്പോൾ കംപ്രസർ ഓഫായി പോകുന്നു, അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ കംപ്രസർ ഓഫായി പോകുന്നു, കുറച്ച് കഴിയുമ്പോൾ അത് വീണ്ടും വർക്കാവുന്നു, പിന്നെ അത് ഓഫാണ്. അങ്ങനെ ഓഫായി കഴിഞ്ഞാൽ എന്തെങ്കിലും നമ്മുടെ ഫ്രിഡ്ജിന് പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മളെ കംപ്രസർ ഇതിനൊക്കെ 10 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് ഒക്കെ ഓണും ഓഫ് ആവുന്നു. കുറച്ച് നേരം കഴിയുമ്പോൾ നമ്മൾ കുറച്ച് നേരം കഴിയുമ്പോൾ അത് ഓഫായി പോകുന്നു. അത് പിന്നെ 2-3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് 10 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും ഓൺ ആവുന്നുണ്ട്. അത് കംപ്രസറിന് അല്ലെങ്കിൽ ഫ്രിഡ്ജിന് എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉള്ളതുകൊണ്ടാണ് അത് ഓഫ് ആവുന്നത്. ഇതിങ്ങനെ വരുന്നുണ്ട് നമ്മളെ ഈ ഫ്രിഡ്ജിന് വേറെ ഭാവിയിൽ വല്ല കംപ്ലൈൻറ്റ് വരുന്നുണ്ടൊക്കെ ചോദിച്ച് ഒരുപാട് മെസ്സേജ് വരാറുണ്ട്. അവർക്ക് എല്ലാവർക്കും ഞാൻ കമൻ്റ് ഒക്കെ അയച്ചിട്ടുണ്ട്. അപ്പോഴാണ് വിചാരിച്ചെന്നാൽ നമ്മുടെ ചാനൽ ഈ ഒരു വീഡിയോ കൂടെ ചെയ്തേക്കാണ്. അങ്ങനെയാണ് ഈ വീഡിയോ ആയിട്ട് വന്നേക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ തെർമോസ്റ്റാറ്റ്, നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഒക്കെ അകത്തിരിക്കുന്ന തെർമോസ്റ്റാറ്റാണ് ഇത്. അപ്പോൾ ഇത് എങ്ങനെ നിങ്ങൾ ചോദിക്കും ഇത് എപ്പോഴും ഓഫാവും എങ്ങനെയാണ് ഇത് ഓഫ് ആവുന്നതൊക്കെ. അപ്പോൾ ഇതിനുമ്പോൾ ഞാൻ വീഡിയോ ഇട്ടിട്ടുണ്ട്, എന്നാലും ഒന്നും കൂടെ ഞാൻ പറയാം. അത് നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാകാൻ വേണ്ടിയാണ് ഒന്നും കൂടെ വീഡിയോ ഞാൻ ചെയ്യുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ ഇതിൻ്റെ അകത്ത് ഇപ്പോൾ 1, 2, 5 വരെ കാണും തെർമോസ്റ്റാറ്റ്. ഇപ്പോൾ 1 നിന്ന് നിങ്ങൾക്ക് 2, 3 അങ്ങനെ കൂട്ടി വയ്ക്കാം. അപ്പോൾ നിങ്ങളൊരു 5 ഡിഗ്രിയാണ് ഇതിൻ്റെ അകത്ത് വെച്ചിരിക്കുന്നതെങ്കിൽ 5 ഡിഗ്രി ആവുന്ന സമയത്ത് കംപ്രസർ ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവുകയും പിന്നെ നിങ്ങൾ ഫ്രിഡ്ജ് സാധനങ്ങൾ എടുക്കാൻ നേരത്ത് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ വീണ്ടും ഇതിൻ്റെ തണുപ്പ് അതിൻ്റെ അകത്ത് ടെമ്പറേച്ചറിൻ്റെ തണുപ്പ് കുറയും. അതിനെ ചൂട് കൂടുമ്പോൾ വീണ്ടും ഒരു 6 ഡിഗ്രി ആകുമ്പോൾ വീണ്ടും കംപ്രസർ ഓണായി. 5 ഡിഗ്രി ആകുമ്പോൾ വീണ്ടും അത് ഓഫ് ചെയ്യും. അല്ലാതെ ഇത് കറക്റ്റ് ഈ തെർമോസ്റ്റാറ്റ് നമ്മൾ ഇതിൻ്റെ അകത്ത് കറക്റ്റ് വെച്ചില്ലെന്നുണ്ടെങ്കിൽ കംപ്രസർ കണ്ടിന്യൂറ്റി വരുന്ന വർക്കായി ഇതിൻ്റെ അകത്ത് മൊത്തം ഐസ് ആവാനും ചാൻസ് ഉണ്ട്. നമ്മൾ വെച്ചേക്കുന്ന സാധനങ്ങൾ ഇല്ലാതായി പോകാനും ചാൻസ് ഉണ്ട്. അതുപോലെ ഫ്രിഡ്ജ് തന്നെ കംപ്രസർ കംപ്ലൈൻറ്റ് വരാനും ചാൻസ് ഉണ്ട്. നമ്മൾ മനുഷ്യർക്ക് തന്നെ അതിനും റെസ്റ്റ് വേണം. അപ്പോൾ ഒരു കണക്ക് ഓടിക്കഴിഞ്ഞാൽ അതും കംപ്ലൈൻ്റ് ആകും. അപ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ അനുസരിച്ച് നമുക്കത് കൂട്ടാനും കുറയ്ക്കാനും പറ്റും. അതിൻ്റെ തണുപ്പ് അതിനാണ് ഈ തെർമോസ്റ്റാറ്റ് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങളെ കംപ്രസർ ഓൺ ഓഫ് ആവുന്നത് ഈ തെർമോസ്റ്റാറ്റിൻ്റെ പ്രവർത്തനം കൊണ്ടാണ്. ഈ തെർമോസ്റ്റാറ്റ് ഇല്ലെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ കംപ്രസർ ഓവർ വർക്കായി കംപ്രസർ ഒരുപാട് നേരം ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഈ കൺട്രോൾ ഇല്ലാതെ ഓടിക്കഴിഞ്ഞാൽ ഇത് ഐസാവും. ഇതിൻ്റെ അകത്ത് ഫുൾ ഐസായി മാറുകയും നമുക്ക് അതിൻ്റെ അകത്ത് സാധനം പോലും എടുക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സാധനങ്ങളെല്ലാം ഐസായാലും കൂടെ തിക്കായി കട്ടി പിടിച്ചിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഈ തെർമോസ്റ്റാറ്റ് നമ്മൾ വെച്ചിരിക്കുന്നത്. കറക്റ്റ് നമുക്ക് ആവശ്യമുള്ള ടെമ്പറേച്ചർ അനുസരിച്ച് അത് പ്രവർത്തിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ 5 ഡിഗ്രി വെച്ചാൽ 5 ഡിഗ്രി ആകുമ്പോൾ കട്ട് ഓഫ് ആവും. 6 ഡിഗ്രി വെച്ച് കഴിഞ്ഞാൽ 6 ഡിഗ്രി ആകുമ്പോൾ അത് കട്ട് ഓഫ് ആവും. അപ്പോൾ അതനുസരിച്ച് നിങ്ങളെ ഈ പച്ചക്കറിയൊക്കെ വെച്ചേക്കണതിന് എത്ര ടെമ്പറേച്ചർ വേണം ആ ടെമ്പറേച്ചർ നിങ്ങൾ സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ടെമ്പറേച്ചർ ആവുന്ന സമയത്ത് ഇത് ഓട്ടോമാറ്റിക്കലി കട്ട് ഓഫ് ആവും. അത് നമ്മളെ കംപ്രസറിന് റെസ്റ്റ് ആവും. കംപ്രസറിന് വലിയ കംപ്ലൈൻ്റ് ഒന്നും വരത്തില്ല. കംപ്രസർ റെസ്റ്റ് ആവും. അപ്പോൾ നമ്മൾ കുറച്ച് നേരം വർക്കാകുമ്പോൾ കംപ്രസർ ചൂടാകുന്ന സമയം, അതായത് കംപ്രസർ ഓൺ ആകുമ്പോൾ എന്തായാലും കംപ്രസർ ചൂടാവും, അതിൻ്റെ അകത്ത് കോയിലും ചൂടാവും. അപ്പോൾ കറക്റ്റ് ടെമ്പറേച്ചർ വരുമ്പോൾ കട്ട് ഓഫ് ആകുമ്പം കംപ്രസറിലോട്ടൊരു പവർ പോവും. അപ്പം കംപ്രസർ തണുക്കുകയും ചെയ്യും, കംപ്രസറിന് റെസ്റ്റ് കിട്ടുകയും ചെയ്യും. പിന്നെ അല്ലാതെ നമ്മൾ കംപ്രസറിന് ഫ്രിഡ്ജിനുള്ള കംപ്ലൈൻറ്റ് വെച്ചാൽ സ്റ്റാർട്ടിംഗ് OLP കംപ്ലൈൻറ്റ് ആയി കഴിഞ്ഞാൽ ഫ്രിഡ്ജിൻ്റെ കംപ്രസർ വർക്കാവത്തില്ല. അത് കണക്ക് തന്നെ നമ്മളെ പൈപ്പൊക്കെ വല്ല ബ്ലോക്ക് ആയത് കഴിഞ്ഞാലും കംപ്രസർ കറക്റ്റ് അത് ചൂടായത് ഓവർ പമ്പിങ് ആയത് ഓവർലോഡായി വർക്കായിട്ട് അത് ചൂടായി കംപ്രസർ ട്രിപ്പായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെ ട്രിപ്പായി പോയി കഴിഞ്ഞാൽ എങ്ങനെയാണ് എൻ്റെ കണ്ടിന്യൂറ്റി എടുത്ത് നോക്കണമെന്നൊക്കെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പ്ലേലിസ്റ്റ് കയറി നോക്കി അതെല്ലാം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. പിന്നെ അതേ കണക്ക് തന്നെ കംപ്രസറിൻ്റെ കോയിൽ വീക്ക് ആയാലും അത് കണക്ക് തന്നെ നിങ്ങൾ ചിലർ മെസ്സേജ് അയക്കാണ്ട് കുറച്ച് നേരം കംപ്രസർ ഓഫായി പിന്നെ ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടൊക്കെ ഓൺ ആവുള്ളത്. അത് ഇതിനൊക്കെ കംപ്രസറിന് വല്ല ഫാൾട്ടോ അല്ലെന്നുണ്ടെങ്കിൽ OLP സ്റ്റാർട്ടറിൻ്റെയൊക്കെ കംപ്ലൈൻ്റ് ആയാലാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ അത് നിങ്ങൾ നല്ലൊരു ടെക്നീഷ്യനെ വിളിച്ച് കാണിക്കുക കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് അത് മാറ്റി റെഡിയാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ വന്നാലാണ് ഇങ്ങനെയുള്ള കംപ്ലൈൻ്റ് ഒക്കെ വരുന്നത്. അല്ല പിന്നെ തെർമോസ്റ്റാറ്റ് പോയി കഴിഞ്ഞാൽ നമ്മളെ കംപ്രസർ വർക്കാകത്തില്ല. തെർമോസ്റ്റാറ്റ് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും കംപ്രസർ ഓഫ് ആകത്തില്ല. അപ്പോൾ അതൊക്കെ നിങ്ങൾ കറക്റ്റ് ടെക്നീഷ്യനെ വിളിച്ചിട്ട് അത് ചെക്ക് ചെയ്ത് നോക്കണം. അതെങ്ങനെയൊക്കെ ചെക്ക് ചെയ്യാനുള്ള വീഡിയോ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അത് ഞാൻ എൻ്റെ പ്ലേലിസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ ഞാൻ എൻ്റെ പ്ലേലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ ഈ ഫ്രിഡ്ജിൻ്റെ ഫുൾ വീഡിയോ ഇട്ടിട്ടുണ്ട്. അതിൽ കയറി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്രിഡ്ജിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് കിട്ടുന്നതാണ്. അപ്പോൾ ഇതൊക്കെയാണ് കംപ്രസർ കംപ്ലൈൻറ്റ് വരുന്നതും അത് കണക്ക് തന്നെ ഈ ഫ്രിഡ്ജ് കംപ്രസർ കറക്റ്റ് എങ്ങനെയാണ് വർക്ക് ആവണം എന്നുള്ളതും നിങ്ങൾക്കിപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാൻ അടുത്ത ബെല്ലൈക്കൻ ആളാക്കിയിടാൻ മറക്കരുത്. എന്നാലും ഞാൻ ചെയ്യുന്ന പുതിയ വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അതിനൊക്കെ നിങ്ങൾ ലൈക്ക് ചെയ്തിട്ട് കാണാൻ ശ്രമിക്കുക.
നിങ്ങളുടെ കൂട്ടുകാരും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളെ നിർദ്ദേശങ്ങളെല്ലാം അറിയിക്കുക. അതിനൊക്കെ ഫ്രിഡ്ജിനെ കുറിച്ചായാലും അതിന് വാഷിംഗ് മെഷീൻ, അതിനൊക്കെ തന്നെ AC, സ്പ്ലിറ്റ് AC, വിൻഡോ AC, ഇതിൻ്റെയൊക്കെ ഒരുവിധമുള്ള എല്ലാ വീഡിയോകളും എൻ്റെ പ്ലേലിസ്റ്റ് കിടപ്പുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൽ കയറി വാച്ച് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നല്ലൊരു വർക്കുമായി നമുക്ക് അടുത്ത വീഡിയോ കാണാം.